Hi guys, I am back with a new video and today we are going to learn standard costing. Standard costing എന്ന ചാപ്റ്ററിൽ ഒരുപാട് ഫോർമുല ഉണ്ട്. കുറേ സ്റ്റുഡൻസ് ഇത് വേവ് ചെയ്ത് പിന്നെ പഠിക്കാതെ പോയി എക്സാം എഴുതുന്ന ഒരു പരിപാടി ഉണ്ട്. പക്ഷെ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്. സോ വി നീഡ് ടു ലേൺ ദിസ്. ഒരുപാട് ഫോർമുല ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ അത് ഒഴിവാക്കേണ്ട ഒരു അവസ്ഥ ഇനി വരുന്നില്ല. കാരണം ഒരു ഫോർമുലയും കാണാതെ പഠിക്കാനുള്ളൊരു മെത്തേഡാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ഒരു ഫോർമുല പോലും ഇനി ആരും കാണാതെ പഠിക്കണം. ഐ മീൻ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. സോ ഒരു ഫോർമുല കാണാതെ നമുക്ക് എങ്ങനെ ഇത് പഠിക്കാം എന്നുള്ളതാണ് ഇൻഷാല്ലാ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ആൻഡ് ദിസ് മെത്തേഡ് ഈസ് വെരി ഈസി. ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ ബികോമിൽ മാത്രമല്ല സി എൻ്റെ IPCC-ലുണ്ട്, CMA ഇന്റർമീഡിയറ്റിലുണ്ട്, ACCA F2 എന്ന് പറഞ്ഞ പേപ്പറിലുണ്ട്, പിന്നെ CS-ന്റെ എക്സിക്യൂട്ടീവിലുണ്ട്, പിന്നെ MCOM-നുണ്ട്, MBA-ക്കുണ്ട്, എല്ലാവർക്കും MBA ഫിനാൻസിലുണ്ട്, എല്ലാവർക്കും ഉള്ള ഒരു സംഭവമാണ് അല്ലെങ്കിൽ ഒരു ചാപ്റ്ററാണ് ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ ഇത് നിങ്ങളിപ്പം ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും PG-ലേക്കോ അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സിലേക്ക് പോകുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തഡോളജിയാണ് ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിനി പഠിക്കാം എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിന്റെ ഫോർമുല എങ്ങനെ പഠിക്കാം. അതിന് മുമ്പ് ആദ്യം എന്താണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്നാണ്. സോ ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് നമ്മൾ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റാൻഡേർഡ് കോസ്റ്റും നമ്മുടെ ആക്ച്വൽ കോസ്റ്റും തമ്മിലുള്ള വേരിയൻസ് എന്താണ്. നമ്മുടെ ആക്ച്വൽ കോസ്റ്റ് സ്റ്റാൻഡേർഡ് കോസ്റ്റിനെ കാട്ടി കൂടുതലാണെങ്കിൽ ആ സിറ്റുവേഷൻ നമ്മൾ അഡ്വേഴ്സ് സിറ്റുവേഷൻ എന്ന് പറയും, കുറവാണെങ്കിൽ ഫേവറബിൾ സിറ്റുവേഷൻ എന്ന് പറയും. അപ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റും ആക്ച്വൽ കോസ്റ്റും തമ്മിലുള്ള വേരിയൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി ആദ്യം ഞാൻ കുറച്ച് ടേംസ് പറഞ്ഞുതരാം. ടേംസ് അല്ല, ഷോർട്ട് ഫോംസ് ആണ്. ഞാനൊരു ഗ്രാഫ് കാണിച്ചു തരും. അപ്പോൾ ആ ഗ്രാഫിൽ ഞാൻ ഷോർട്ട് ഫോംസ് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഇവിടെ ഷോർട്ട് ഫോംസിന് തന്നത്. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. MCV means material cost variance, MPV means material price variance, MUV material usage variance, MMV material mix variance, MYV material yield variance. Okay, short forms use ചെയ്യാൻ വേണ്ടിയിട്ടാണ്. SQ standard quantity, SP standard price, AQ actual quantity, AP actual price, RSQ revised standard quantity. ഇതൊക്കെ ഞാൻ ഗ്രാഫ് യൂസ് ചെയ്യുമ്പോൾ ഇനി ഈ ഷോർട്ട് ടേംസ് യൂസ് ചെയ്യുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഇതിന്റെ ഫുൾ ഫോം ഇവിടെ പറഞ്ഞത്. ഓക്കെ, ഞാൻ നേരത്തെ പറയാൻ ഒരു സംഭവം പറയാൻ വിട്ടുപോയി. നമ്മൾ മെറ്റീരിയൽ വേരിയൻസ് ആണ് പഠിക്കുന്നത്. ഇതിൽ രണ്ട് വേരിയൻസ് ആണ് ബികോമിനുള്ളത്. നോർമലി 3 വേരിയൻസ് ഉണ്ട്. മെറ്റീരിയൽ വേരിയൻസ്, ലേബർ വേരിയൻസ്, ഓവർഹെഡ് വേരിയൻസ്. ഇവിടെ നമ്മൾ ഫസ്റ്റ് തന്നെ മെറ്റീരിയൽ വേരിയൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. അതിൻ്റെയാണ് നമ്മൾ ഫോർമുല ഷോർട്ട് ഫോം എഴുതി വെച്ചത്. മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ്, മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് ഒക്കെ എഴുതി വെച്ചത്. അപ്പോൾ ഇനി ഈ ഗ്രാഫിലേക്ക് നോക്കുക. MCV, MPV, MUV, MMV, MYV. മെറ്റീരിയൽ കോസ്റ്റ്, പ്രൈസ്, യൂസേജ്, മിക്സ്, yield. ഈ ഗ്രാഫ് ആലോചിച്ചൊക്കെ ഒരു സംഭവമുണ്ട്. മെറ്റീരിയൽ കോസ്റ്റ് ആണ് നമ്മുടെ മെയിൻ തിങ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് കണ്ടുപിടിക്കലാണ്. മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് ഇതാ. ഫസ്റ്റ് വൺ നമ്മൾ പ്രൈസ് ആക്കി ഡിവൈഡ് ചെയ്തു, അതിനെ യൂസേജ് ആക്കി. ആലോചിച്ച് വെക്കാൻ പ്രൈസ് കൊടുത്താലേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ പ്രൈസ് വേരിയൻസ്, യൂസേജ് വേരിയൻസ്. അങ്ങനെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് യൂസ് ചെയ്താൽ നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. സോ മിക്സ് വേരിയൻസ്, അതിൽ നിന്ന് എത്ര yield കിട്ടുന്നു, yield വേരിയൻസ്. ആലോചിക്കുക, കോസ്റ്റ് ആണ് നമ്മുടെ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് ആണ് മെയിൻ തിങ്. പ്രൈസ് കൊടുത്താലേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്ന് മിക്സ് ചെയ്ത് നോക്കുന്നു. മിക്സ് നിന്ന് എത്ര yield കിട്ടും. ഓക്കെ, ഇതാണ് ബേസിക്കലി. ഇനി നമ്പേഴ്സ് നോക്കാം. ഈ നമ്പേഴ്സ് എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഇത് വേറൊരു സ്റ്റോറിയാണ്. നോർമലി ഒരാൾ 1 നിന്ന് 2 എന്ന് പറഞ്ഞ സ്റ്റെപ്പിലേക്കാണ് ചാടുക. 1, 2. 1 നിന്ന് അയാൾ 3ലേക്കൊന്ന് ചാടി നോക്കി. അപ്പോൾ കുറച്ചും കൂടി എക്സൈറ്റഡ് ആയിട്ട് 1 നിന്ന് 4ലേക്ക് ചാടി നോക്കി. 1 നിന്ന് 4ലേക്ക് ഏതൊരു മനുഷ്യൻ നോർമലി ചാടിയാലും കാലിന് എന്തെങ്കിലും പറ്റും. കാലിന് പറ്റി കഴിഞ്ഞാൽ പിന്നെ 4 നിന്ന് 3ലേക്ക് കയറാൻ പറ്റുള്ളൂ, 3 നിന്ന് 2ലേക്ക് കയറാൻ പറ്റും. ഓക്കെ, ഒന്നും കൂടി നോക്കാം. 1 നിന്ന് 2ലേക്ക് ചാടി, അഗൈൻ 1 നിന്ന് 3ലേക്ക് ചാടി നോക്കി. 1 നിന്ന് 4ലേക്ക് എക്സൈറ്റഡ് ആയി 1 നിന്ന് 4ലേക്ക് ചാടിയാൽ കാലിന് എന്തെങ്കിലും പറ്റുന്നു. 4 നിന്ന് മെല്ലെ 3ലേക്ക് കയറാൻ പറ്റുള്ളൂ, 3 നിന്ന് 2ലേക്കും. ഇതാണ്. ഇനി എന്താണ് 1, 2, 3, 4 എന്ന് നോക്കാം. കഥ സെറ്റ് ആയിട്ടുണ്ടല്ലോ. ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മുടെ MCV എന്ന് പറയുന്നതാണ് നമ്മുടെ മെയിൻ തിങ്. പ്രൈസ് കൊടുത്താലേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. യൂസ് ചെയ്തപ്പോൾ നമ്മൾ മിക്സ് ചെയ്തു, yield കിട്ടി. 1 നിന്ന് 2 ചാടുന്നു, 3ലേക്ക് ചാടുക. 4ലേക്ക് ചാടി കഴിഞ്ഞാൽ എന്തായാലും കാലിന് എന്ത് പറ്റും, 4 നിന്ന് 3ലേക്ക് ചാടുന്നു, 3 നിന്ന് 2ലേക്ക് ചാടുന്നു. ഇനി എന്താണ് ഈ 1, 2, 3, 4? ഓക്കെ, ഇത് വേറൊരു എക്സാമ്പിൾ കൂടെ പറഞ്ഞുതരാം. നമ്മൾ റോയൽ എൻഫീൽഡ് വാങ്ങാൻ പോയി. റോയൽ എൻഫീൽഡ് ഹിമാലയ എന്ന് പറഞ്ഞൊരു വണ്ടി ഇപ്പം ഇറങ്ങിയിട്ടുണ്ട്.
നല്ല അടിപൊളി പെർഫോമൻസ് ഒക്കെ ആണ്, പക്ഷേ ഭയങ്കര കംപ്ലൈന്റ് ആണ്, എല്ലാവരുടെ അടുത്തും കംപ്ലൈന്റ് റിവ്യൂസ് ആണ് അതിന് വരുന്നത്. അപ്പൊ അതാണ് ഇവിടെ ഞാൻ എക്സാമ്പിൾ ആക്കി വെക്കാൻ പോകുന്നത്. ഓക്കെ, 1 ഫസ്റ്റ് മന്ത് ഒരു ഹിമാലയ വാങ്ങി. നമ്മുടെ ഫസ്റ്റ് മന്ത് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി സ്റ്റാൻഡേർഡ് പ്രൈസ്. SQ എന്ന് പറഞ്ഞാൽ നേരത്തെ എഴുതി, സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ആണ്, സ്റ്റാൻഡേർഡ് പ്രൈസ്. SQ ഫസ്റ്റ് മന്തിൽ എന്തായാലും ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിരിക്കും, ബൈക്ക് ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിരിക്കും, ക്വാണ്ടിറ്റിയും പ്രൈസും നമുക്ക് ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിരിക്കും. സെക്കൻഡ് മന്ത് കംപ്ലൈന്റ് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുക അതിന്റെ ആക്ച്വൽ ക്വാണ്ടിറ്റി എന്താണ് റിയൽ ബൈക്ക് എന്നുള്ളത് കാണിക്കും. ആക്ച്വൽ പ്രൈസ് എന്നുള്ളതേ ഉള്ളൂ, സ്റ്റാൻഡേർഡ് പ്രൈസ് എന്നുള്ളതില്ല, ആക്ച്വൽ പ്രൈസ് ഉള്ളൂ. അങ്ങനെ നമ്മൾ പോയി കുറച്ച് കച്ചവടം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് പ്രൈസ് ഒരിക്കലും മാറ്റാൻ പറ്റില്ല, പക്ഷെ ക്വാണ്ടിറ്റി മാറ്റാൻ നോക്കും. ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. നമ്മൾ ഒന്നും കൂടെ ഫോർത്ത് മന്ത് ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടായി കേസൊക്കെ ആയി കഴിഞ്ഞാൽ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഒന്നും കൂടെ അടിപൊളിയാക്കി പുതിയ വണ്ടി ആക്കി തരും, പ്രൈസ് സ്റ്റാൻഡേർഡ്. ആലോചിക്കുക, ഒന്നും കൂടെ നോക്കിക്കോളൂ. ഫസ്റ്റ് മന്ത് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ആയിരിക്കും, 2 സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി, കാരണം ഫസ്റ്റ് മന്ത് ആണല്ലോ. സെക്കൻഡ് മന്ത് അതിന്റെ തനി സ്വഭാവം അത് പുറത്തെടുക്കുന്നു, ആക്ച്വൽ ക്വാണ്ടിറ്റി ആക്ച്വൽ പ്രൈസ്. നമ്മൾ പോയി പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആക്ച്വൽ ക്വാണ്ടിറ്റി അങ്ങനെ തന്നെ നിൽക്കും, സ്റ്റാൻഡേർഡ് പ്രൈസ് മാറും, പ്രൈസേ മാറ്റാൻ പറ്റുള്ളൂ, ക്വാണ്ടിറ്റി ഫുള്ള് മാറ്റാൻ പറ്റില്ല. ഒന്നും കൂടെ പ്രശ്നം ഉണ്ടാകുമ്പോൾ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി പഴയതിനെക്കാളും അടിപൊളി സ്റ്റാൻഡേർഡ് ആക്കിയിട്ട് അവർ ഇറക്കി തരും. ഇതാണ് നോർമലി ഗ്രാഫിന്റെ കഥ. ഇനി ഇത് പ്രോബ്ലത്തിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഇനി ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. നമുക്ക് അവിടെ തന്നുള്ള ഡേറ്റ നോക്കാം. സ്റ്റാൻഡേർഡും തന്നിട്ടുണ്ട്, ആക്ച്വലും തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്, റേറ്റ് തന്നിട്ടുണ്ട്, ടോട്ടൽ തന്നിട്ടുണ്ട്. ആക്ച്വലും ക്വാണ്ടിറ്റി റേറ്റ് ടോട്ടൽ രണ്ടും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ എങ്ങനെ അത് ചെയ്യാം, ഗ്രാഫിൽ എങ്ങനെ ഇത് റെപ്രസെന്റ് ചെയ്യാം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഈ ഗ്രാഫ് നമ്മൾ നേരത്തെ വരച്ചതാണ്. എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇത് വർക്കിംഗ് നോട്ട് ആയിട്ടാണ് കാണിക്കേണ്ടത്. വർക്കിംഗ് നോട്ട് എന്ന് കൊടുത്തിട്ടാണ് ഈ ഗ്രാഫ് വരയ്ക്കേണ്ടത്. ആൻസർ നിങ്ങൾ ഒരു ചെറിയൊരു ഭാഗം വിട്ടേക്ക. ഇതാണ് നമ്മുടെ ആൻസേഴ്സ്. MCV, MPV, MUV, MMV, MYV ആണ് ആൻസേഴ്സ്. അതിന് കുറച്ച് ഗ്യാപ്പ് അവിടെ വിട്ടുവെച്ചിട്ട് വർക്കിംഗ് നോട്ട് ആയിട്ട് ഇത് വരച്ചു വെക്കുക. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ നോക്കേണ്ടത്, ക്വസ്റ്റ്യനിലേക്ക് വരാം. സ്റ്റാൻഡേർഡ് തന്നിട്ടുണ്ട്, ആക്ച്വൽ തന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ ചെയ്യാം. നിങ്ങൾ ചെയ്യേണ്ടതും ഞാൻ കാണിച്ചു തരുന്നു അതുപോലെ തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ ഇവിടെ എഴുതുക A, B, C. ഏണ്ടത് എത്രയെന്ന് വെച്ചാൽ ഫസ്റ്റ് വേണം നോക്കാം. സ്റ്റാൻഡേർഡ് ഡേറ്റ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് SQ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 10 ഇൻറ്റു SP എന്ന് പറയുന്നത് 2. B ന്റെ നോക്കാം 20 ഇൻറ്റു 3. സിൻ്റെത് 20 ഇൻറ്റു 6. സോ ഇവിടെ തന്നെ കാണിക്കുക 20, 60, 120. ഇതാണ് ടോട്ടൽ SQ ഇൻറ്റു SP. ഇനി AQ ഇൻറ്റു AP നോക്കാം. 5 AQ എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ഡേറ്റയിൽ തന്ന ക്വാണ്ടിറ്റി. 5 ഇൻറ്റു 3 that's equal to 15. ഇവിടെ 10 ഇൻറ്റു 6 that's equal to 60 and 15 into 5 that's is equal to 75. Done. Actual quantity, actual price. Now actual quantity into standard price ആണ്. നമ്മൾ actual quantity എഴുതിയിട്ടുണ്ട്, standard price എഴുതിയിട്ടുണ്ട്. So actual quantity നേരെ അവിടെ എഴുതി വെക്കാം. 5, 10, 15 into standard price എന്ന് പറയുന്നത് 236. 236. So 10, 30, 90. 10, 30, 90. ഇനി RSQ മാത്രം നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. അതെങ്ങനെ കണ്ടുപിടിക്കേണ്ട ഫോർമുല ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇനി RSQ ന്റെ ഫോർമുല ഉണ്ട്. നമ്മൾ എങ്ങനെ ചെയ്യേണ്ട ഒരു ഫോർമുല ഉണ്ട്. RSQ ന്റെ ഫോർമുല എന്ന് പറയുന്നത് RSQ is equal to SQ divided by total of SQ into total of AQ. അതായത് SQ എന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി, നമ്മുടെ ഓരോ പ്രോഡക്റ്റിന്റെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി, ഡിവൈഡ് ബൈ ടോട്ടൽ ഓഫ് SQ എന്ന് പറഞ്ഞാൽ ഇത് ടോട്ടൽ ചെയ്തിട്ടുള്ള ടോട്ടൽ എന്തൊക്കെ ടോട്ടൽ ഉണ്ടോ ആ ടോട്ടൽ, ഇൻടു ടോട്ടൽ ഓഫ് AQ എന്ന് പറഞ്ഞാൽ അതാ ഇത് ഫുൾ ടോട്ടൽ ചെയ്യും. ഓക്കെ, ഇനി ഞാൻ ഒരൊറ്റ എണ്ണത്തിന്റെ കാണിച്ചു തരാം. നമ്മുടെ Aൻ്റെത് മാത്രം കാണിക്കാം. SQ എന്ന് പറയുന്നത് Aൻ്റെത് 10 ആണ്. 10 ഡിവൈഡ് ബൈ ടോട്ടൽ എന്ന് പറഞ്ഞാൽ 10 plus 20 plus 20 that's 50 divided by 50 into total of AQ എന്ന് പറഞ്ഞാൽ total of AQ means 5 plus 10 plus 15 that is 25 plus 5 30 into 30 into standard price എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാൻഡേർഡ് പ്രൈസ് 2 ആണ്. ഓക്കെ, എങ്ങനെ ഒന്നും കൂടെ ശ്രദ്ധിച്ചോളൂ. SQ divided by total of SQ into total of AQ എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റിനെ മാത്രം എടുക്കാം. Aൻ്റെത് മാത്രം എടുക്കാണ് 10
ഡിവൈഡഡ് ബൈ ടോട്ടൽ എന്ന് പറഞ്ഞാൽ 10 plus 20 plus 20 that's 50 50 into 5 plus 10 plus 15 that's 25 plus 5 30 into 30 ആണ്. ഇതാണ് RSQ. ഈ പോർഷൻ ആണ് RSQ. A ന്റെ മാത്രം RSQ ആണ് ഇത് A into 2. ഇനി B ന്റെതും അതുപോലെ കണ്ടുപിടിക്കുക. ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് 6 കിട്ടും. 6 into 2 എന്ന് പറയുന്നത് it's 12. അടുത്തതും അതുപോലെ ചെയ്യാം. ഓക്കെ, ശ്രദ്ധിച്ചോളൂ. ഞാൻ നേരത്തെ പറഞ്ഞു SQ divided by total of SQ into total of AQ. ഇനി സെക്കൻഡിന് ഇതുപോലെ തന്നെ കാണാം. സെക്കൻഡ് എന്ന് പറയുന്നത് SQ 20 ആണ്. 20 divided by total of SQ എന്ന് പറയുന്നത് 50. 10 plus 20 plus 20 50 into total of AQ എന്ന് പറഞ്ഞാൽ 5 plus 10 plus 15 into 3 എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് പ്രൈസ് ആണ്. ലാസ്റ്റ് വൺ അതുപോലെ തന്നെ ചെയ്യാം. 72. ഇനി ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇത് ടോട്ടൽ ചെയ്യാം. 20 plus 60 plus 120 ചെയ്താൽ 200 കിട്ടും. 15 plus 60 plus 75 is 150. 10 plus 30 plus 90 is 130. And 12 plus 36 plus 72 is 120. ഇതുവരെ ചെയ്യാം. ഇതൊക്കെ വർക്കിംഗ് നോട്ട് ആണ്, കംപ്ലീറ്റ് ആയിട്ട് വർക്കിംഗ് നോട്ട് ആണ്. ഇനിയും വർക്കിംഗ് നോട്ട് തന്നെ ചെയ്യേണ്ടത്. നമുക്ക് ആൻസർ മാത്രമേ മെയിൻ ആയിട്ട് വരാൻ പാടുള്ളൂ. സോ ഒന്നും കൂടെ ശ്രദ്ധിക്കാൻ ഞാനൊരു ഔട്ട്ലൈൻ തരാം. നമ്മൾ നോർമൽ ആയിട്ട് ചെയ്തു 1 2 3 4 ചെയ്തു. SP എങ്ങനെ കിട്ടിയെന്ന് റോയൽ എൻഫീൽഡിന്റെ കഥ ആലോചിക്കാം. ഓരോ ഡേറ്റ് എടുത്ത് എഴുതാം. ഏത് എഴുതാം? SQ. ആ ക്വസ്റ്റ്യനിലുണ്ട് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു തന്നതാണ് SQ. സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ആണ്. SQ റേറ്റ് എന്ന് പറഞ്ഞാൽ റേറ്റ്, സ്റ്റാൻഡേർഡ് പ്രൈസ് ഓർ റേറ്റ് into 2 ചെയ്താൽ ഇത് കിട്ടും. കംപ്ലീറ്റ് ആയിട്ട് ഇത് അപ്ലൈ ചെയ്യാം. RSQ ചെയ്യുന്നത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഒന്നും കൂടെ ഫോർമുലയിലേക്ക് SQ divided by total of SQ into total of AQ. ഓക്കെ, ഇനി എങ്ങനെ പ്രോബ്ലത്തിലേക്ക് വരുത്താം നോക്കാം നമുക്ക്. ഇനി നമ്മൾ നേരത്തെ എഴുതിച്ച നമ്പേഴ്സ് ഒക്കെ ഇവിടെ ആണ് കളിക്കാൻ പോകുന്നത്. We are going to execute it here. 1 minus 2 1 to 2 നേരത്തെ നമ്മൾ ചാടിയത് ഓർമ്മയുണ്ടല്ലോ. 3 to 2. ഓക്കെ, so MCV material cost variance ആ ഗ്രാഫിലേക്ക് നോക്കുക. 1 minus 2 1 minus 2 means 200 minus 150. That is 200 minus 150. That is equal to 50. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം, മൈനസ് അല്ല വന്നത്, പ്ലസ് ആൻസർ ആ വന്നത്. 200 മൈനസ് 150 എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആൻസർ അല്ല വരിക, നോർമൽ ആൻസർ ആണ്. അങ്ങനെയാണെങ്കിൽ F എന്ന് കൊടുക്കാം. That means favorable ആണ്. മൈനസ് ആണെങ്കിൽ നമ്മൾ A എന്ന് കൊടുക്കുക, adverse. അപ്പോൾ ഇവിടെ ഞാൻ എഴുതി വെക്കുന്നുണ്ട് F is equal to favorable, A equal to adverse. ശ്രദ്ധിക്കുക, നെഗറ്റീവ് ഫിഗർ വന്നാൽ മാത്രം അഡ്വേഴ്സ് വരുള്ളൂ, പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഫേവർ. ഇനി നോക്കാം MPV 3 minus 2. 3 minus 2 എന്ന് പറഞ്ഞാൽ 130 minus 150. 130 minus 150 എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആൻസർ വരും. സോ നെഗറ്റീവ് 20 ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ A കൊടുക്കുക, A. ഇനി നെക്സ്റ്റ് വൺ 1 minus 3. 1 minus 3 means 200 minus 130. 200 minus 130 വെച്ചാൽ 70 പോസിറ്റീവ് ആണ്. സോ ഫേവറബിൾ. ഓക്കെ, ഇനി നമുക്ക് MUV വരെ കഴിഞ്ഞു. MMV എന്ന് പറയുന്നത് 4 minus 3 ആണ്. That means 120 minus 130. അതായത് 4 minus 3 means 4 is 120 and 3 is 130. സോ നമുക്ക് നെഗറ്റീവ് ആൻസർ ആണ് വരുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞു നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ A അഡ്വേഴ്സ് ആയിട്ട് കൊടുക്കണം. And last but not the least, material yield variance is 1 minus 4. 1 is 200 and 4 is 120. So 200 minus 120 means 80 and it's a positive 80, so favorable. അപ്പോൾ നോക്കുക, ശ്രദ്ധിക്കുക. ഒന്നുകൂടെ എക്സ്പ്ലെയിൻ again. MCV മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ 1 minus 2 1 നിന്ന് 2ലേക്ക് ചാടി എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കഥ ഞാൻ പറഞ്ഞതിനു ആ 1 നിന്ന് 2ലേക്ക് ചാടി എന്ന് പറഞ്ഞാണ് 1 minus 2. 1 എന്ന് പറയുന്നത് 200 ആണ്. 200 minus 150. 200 minus 150 പോസിറ്റീവ് ആയതുകൊണ്ട് ഫേവറബിൾ. MPV means 3 minus 2. 3 minus 2 is 130 minus 150. 130 minus 150 is 20. നെഗറ്റീവ് ആൻസർ ആയതുകൊണ്ട് നമ്മൾ അതിനെ അഡ്വേഴ്സ് എന്ന് പറയുന്നു. മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് 200 minus 130. 200 minus 130 ചെയ്താൽ നമുക്ക് 70F കിട്ടും. And the rest is the same. Okay, നമ്മൾ നേരത്തെ പഠിച്ചത് മെറ്റീരിയൽ വേരിയൻസ് ആണ്. മെറ്റീരിയൽ വേരിയൻസ് കഴിഞ്ഞു. ഇനി അടുത്തത് ലേബർ വേരിയൻസ്. ശ്രദ്ധിക്കണം, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ തന്നെ ഉള്ളതാണ് മെറ്റീരിയൽ വേരിയൻസും ലേബർ വേരിയൻസും, അല്ലാതെ വേറെ ചാപ്റ്റർ അല്ല. മെറ്റീരിയൽ വേരിയൻസ് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. MCV, MPV, MUV അങ്ങനത്തെ സാധനങ്ങൾ. ഇനി ലേബർ വേരിയൻസ്. ഓക്കെ, ഇനി ലേബർ വേരിയൻസസ് നോക്കാം. ഷോർട്ട് ഫോംസ് ആണ്. LCV ലേബർ കോസ്റ്റ് വേരിയൻസ്, LRV ലേബർ റേറ്റ് വേരിയൻസ്,
LEV labor efficiency variance, LMV labor mix variance, LSV labor sub efficiency variance. നോക്കുക SH നേരത്തെ SQ ആയിരുന്നു, അത് മെറ്റീരിയൽ ആയതുകൊണ്ടാണ് ക്വാണ്ടിറ്റി ഞാൻ പറഞ്ഞു. ലേബർ ആവുമ്പോൾ അവേഴ്സ് ആവും. SH എന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് hours, SR സ്റ്റാൻഡേർഡ് റേറ്റ്, AH ആക്ച്വൽ hours, AR ആക്ച്വൽ റേറ്റ്, RSH റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് hours. നേരത്തെ ക്വാണ്ടിറ്റി ഇവിടെ hours ആക്കാനുള്ള ഡിഫറൻസ് ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇതിൽ നോക്കാം LCV, LRV, LEV, LMV, LSV. ഇനി ഇത് എങ്ങനെ ഗ്രാഫിൽ അപ്ലൈ ചെയ്യാം? നേരത്തെ സെയിം ഗ്രാഫ് തന്നെയാണ്, ക്വാണ്ടിറ്റി എന്നുള്ളത് മാറുന്നുള്ളൂ. I'll show you. ഓക്കെ, നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ നേരത്തെ നമ്മൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ MCV എന്നുള്ളത് പ്രൈസ് വേരിയൻസും യൂസേജ് വേരിയൻസും ആക്കി. അതിന് പകരം ഇവിടെ LRV മീൻസ് റേറ്റ് കൊടുത്താലേ നല്ല എഫിഷ്യൻസി ഉണ്ടാവുള്ളൂ. എഫിഷ്യൻസി ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ മിക്സ് ചെയ്ത് നോക്കും, അതിന്റെ സം എഫിഷ്യൻസി എന്താണെന്നുള്ളത് നോക്കും. ഓക്കെ, LCV ഡിവൈഡ് ചെയ്ത് LRVയും LEV ആയിട്ടും LMV ആയിട്ടും LSV ആയിട്ടും. ഇനി നോക്കാൻ നേരത്തെ പോലെ തന്നെ 1 to 2, 1 to 3 ചേട്ടാ, 1 to 4, 4 to 3, 3 to 2. ഓക്കെ, ഇനി നേരത്തെ പോലെ തന്നെ 1 2 3 4. നേരത്തെ SQ into SP ആയിരുന്നു, അതിന് പകരം SH into SR, സ്റ്റാൻഡേർഡ് hours into സ്റ്റാൻഡേർഡ് റേറ്റ്, AH into AR, AH into SR, RSH into SR. നേരത്തെ ക്വാണ്ടിറ്റി എന്നുള്ളത് മാത്രം മാറ്റിയാൽ മതി, പ്രൈസ് എന്നുള്ളതും റേറ്റ് ബോത്ത് ആർ സെയിം. സോ SH Q മാറ്റി H ആക്കി കൊടുക്കുക. ബാക്കിയൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ആ കഥയിലേക്ക് കൊണ്ടുവരിക, റോയൽ എൻഫീൽഡിന്റെ കഥയിലേക്ക് കൊണ്ടുവരിക. ഫസ്റ്റ് മന്ത് ആക്ച്വൽ, ഫസ്റ്റ് മന്ത് സ്റ്റാൻഡേർഡ് ആയിരിക്കും, ആക്ച്വൽ കാണിക്കും, പിന്നെ ഇത് കാണിക്കും. ബാക്കി ആ കഥയിലുള്ളത് ആലോചിച്ച് വെച്ചാൽ ഈ ഗ്രാഫും കിട്ടും. എങ്ങനെ ഇതിന്റെ പ്രോബ്ലം ചെയ്യാമെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഓക്കെ ഓക്കെ, ഇനി ക്വസ്റ്റ്യനിലേക്ക് നോക്കുക. സ്ക്രീനിൽ ക്വസ്റ്റ്യൻ നല്ലോണം ശ്രദ്ധിക്കാം. നമുക്ക് ആക്ച്വൽ ഡേറ്റ എന്ന് പറഞ്ഞാൽ താഴെ തന്നിട്ടുണ്ട്. സോ മുകളിൽ തന്നത് സ്റ്റാൻഡേർഡ് ഡേറ്റ ആയിരിക്കും. ശ്രദ്ധിക്കേണ്ട ഒരു തിങ് എന്ന് പറയുന്നത് അവേഴ്സ് എന്ന് പറഞ്ഞാൽ 5 8 4 എന്നേ തന്നിട്ടുള്ളൂ. ബട്ട് ആക്ച്വൽ ഡേറ്റയിൽ 4500, 10,000, 4200. ക്വസ്റ്റ്യൻ കുറച്ച് ട്രിക്കിയാണ്. ട്രിക്കി അല്ല, സിമ്പിൾ ആണ്, പക്ഷെ നമ്മൾ വായിച്ചിട്ടില്ലെങ്കിൽ തെറ്റും. ആ ക്വസ്റ്റ്യന് ഏറ്റവും ലാസ്റ്റ് നോക്കാം. ആർട്ടിക്കിൾ പ്രൊഡ്യൂസ്ഡ് 1000 യൂണിറ്റ്സ്. ആർട്ടിക്കിൾ പ്രൊഡ്യൂസ്ഡ് 1000 യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റാൻഡേർഡ് hours എന്ന് പറഞ്ഞാൽ ആക്ച്വൽ പ്രൊഡക്ഷന് എത്ര സ്റ്റാൻഡേർഡ് hours ആവും. സോ 5 hours എന്ന് പറഞ്ഞാൽ പെർ ആർട്ടിക്കിളിനാണ്. സോ 1000 ആർട്ടിക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യാൻ 5 into 1000 is 5000. 8 into 1000 is 8000. 4 into 1000 is 4000. ക്വസ്റ്റ്യനിൽ ഇങ്ങനെ തന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ നേരിട്ട് എടുത്താൽ മതി. ശ്രദ്ധിക്കുക, ആർട്ടിക്കിൾ പ്രൊഡ്യൂസ് 1000 ആയതുകൊണ്ട് തന്നെ വെറും 5 ൽ എടുക്കേണ്ടി 5 into 1000, 8 into 1000, 4 into 1000. അതാണ് ചെയ്യേണ്ടത്. ഇനി നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ആക്ച്വൽ ഡേറ്റ് ഉണ്ടാവും, സ്റ്റാൻഡേർഡ് ഡേറ്റ് ഉണ്ട്. ഇവിടെ ഞാൻ SW എന്ന് പറഞ്ഞാൽ സ്കിൽഡ് വർക്കർ, US അൺസ്കിൽഡ്, SS സെമി സ്കിൽഡ്. ഓക്കെ, ശ്രദ്ധിച്ചോളൂ. SH into SR, AH into AR നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. സോ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. SH മീൻസ് സ്റ്റാൻഡേർഡ് ഞാൻ നേരത്തെ പറഞ്ഞു, 5 into 1000, 8 into 1000, 4 into 1000. എന്തുകൊണ്ടാ വെച്ചാൽ ആർട്ടിക്കിൾ പ്രൊഡ്യൂസ്ഡ് 1000 ആയതുകൊണ്ടാണ്. ഇനി അതിന്റെ റേറ്റ് നേരെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1.5, 0.5, 0.75. ആക്ച്വൽ ഡേറ്റ് തന്നിട്ടുണ്ട് 4500, റേറ്റും തന്നിട്ടുണ്ട്. നമ്മുടെ ആക്ച്വൽ AH എന്ന് പറയുന്നത് നമ്മുടെ AH സെയിം ആണ്, SR എന്ന് പറയുന്ന ഈ SR-ഉം ഇവിടെ സെയിം ആണ്, മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടും. ഇനി RSH ന്റെ ഫോർമുല നമ്മൾ നേരത്തെ ക്വാണ്ടിറ്റി പറഞ്ഞ പോലെ തന്നെ. ഓക്കെ, ശ്രദ്ധിക്കുക, RSH എന്നുള്ളത് ഇവിടെ ആൻസർ എങ്ങനെ കണ്ടുപിടിച്ചെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, ഫോർമുല ഇവിടെ ശ്രദ്ധിക്കാം. RSH നേരത്തെ ഇതേപോലെ തന്നെ Q മാറ്റി H ആക്കിയാൽ മതി. SH means standard hours divided by total of standard hours into total of actual hours. ഞാൻ ഒരൊറ്റൊന്നിന്റെ പ്രോബ്ലം നേരത്തെ കാണിച്ചതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഒരൊറ്റൊന്നിന്റെ കാണിച്ചുതരാം. 5000 ആണ് നമ്മുടെ SH. SH is 5000. So 5000 divided by SH ന്റെ ടോട്ടൽ 5000 plus 8000 plus 4000. അതാണ് 17000 into 18700 means 4500 plus 10000 plus 4200 ആണ് 18700. അത് ചെയ്താൽ 5500 കിട്ടും. അതുപോലെ ചെയ്താൽ 8800 കിട്ടും, 4400 കിട്ടും. ഫുൾ ആഡ് ചെയ്താൽ ഓരോന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ SH into SR ന്റെ ടോട്ടൽ ആണ് 14500, H into AR ആണ് 1650, 4900, 15950. ഓക്കെ, ഇനി എങ്ങനെ പ്രോബ്ലത്തിലേക്ക് വരാം. നമ്മൾ നേരത്തെ LCV വെച്ചിട്ട് 1 minus 2. 1 എന്ന് പറഞ്ഞാൽ ഇതിന്റെ ടോട്ടൽ, 2 എന്ന് പറഞ്ഞാൽ ഇതിന്റെ ടോട്ടൽ. 1 in total is 14500 minus 16650. Second area ka 3 minus 2, so 14900 minus 16650.
ഇനി 1 minus 3, 14500 minus 14900, 14500 minus 14900. LMV is 4 minus 3, that is 15950 minus 14900, 15950 minus 14900. And last but not least, LSV is 1 minus 4, 14500 minus 15950. അപ്പോൾ ഇനി എങ്ങനെ ചെയ്യാൻ നോക്കുക. 1 minus 2 നമ്മൾ ചെയ്തു വെച്ചു, എഴുതി വെച്ചു. ഇനി 14500 minus 16650 എന്ന് പറഞ്ഞാൽ നമുക്ക് മൈനസ് ആൻസർ ആയിട്ട് നെഗറ്റീവ് ആൻസർ കിട്ടിയ ഞാൻ നേരത്തെ പറഞ്ഞു, അത് അഡ്വേഴ്സ് ആണ്. എ മീൻസ് അഡ്വേഴ്സ്. കാരണം നമ്മുടെ ആക്ച്വൽ എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡിനെക്കാളും കൂടിപ്പോയി, കോസ്റ്റ് കൂടിപ്പോയാൽ നമുക്കത് ഫേവറബിൾ കണ്ടീഷൻ അല്ല, അഡ്വേഴ്സ് കണ്ടീഷൻ. സോ എ 14900 minus 3 minus 2 എന്നുള്ളതാണ്. 14900 minus 16650, 1750 എ നെഗറ്റീവ് ആൻസർ വന്നുകൊണ്ട്. അടുത്തത് 400 നെഗറ്റീവ് വന്നുകൊണ്ട് എ, 1050 പോസിറ്റീവ് വന്നുകൊണ്ട് എഫ്, 1450 നെഗറ്റീവ് വന്നുകൊണ്ട് എ. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന ചാപ്റ്റർ കഴിഞ്ഞു. മെറ്റീരിയൽ നമ്മൾ ചെയ്തു, ലേബർ നമ്മൾ ചെയ്തു. രണ്ടും മെറ്റീരിയൽ വേരിയൻസും ലേബർ വേരിയൻസും നമ്മൾ ചെയ്തതാണ്. അപ്പോൾ ഒരു ഫോമുലയും കാണാതെ പഠിക്കരുത്. ഫോമുല കാണാതെ പഠിക്കാതിരിക്കാനാണ് ആ ഗ്രാഫ് കംപ്ലീറ്റ് ആയിട്ട് തന്നത്. ഇത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുക. ഒരുപാട് ഫോമുല ഉണ്ടായിരുന്നു, ആ ഫോമുല ഒന്നും നിങ്ങൾ കാണാതെ പഠിക്കാതെ നേരെ ഒരു ഗ്രാഫ് നമ്മൾ ആലോചിച്ച് വെക്കുക. ആ ഗ്രാഫ് ആലോചിക്കുന്നു, എല്ലാ ഫോമുലയും കാണാതെ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. പിന്നെ ശ്രദ്ധിക്കണം, ആ ഗ്രാഫ് വരയ്ക്കേണ്ടത് വർക്കിംഗ് നോട്ടിലാണ്, ഒറിജിനൽ നോട്ടിലല്ല. വർക്കിംഗ് നോട്ടിൽ വരച്ചു കൊടുക്കുക. ആൻഡ് ഇത് സിമ്പിൾ ആണെന്ന് വിചാരിക്കുന്നു. നല്ലോണം കാണാതെ പഠിക്കാതെ ഇതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ നോളജ് എന്ന് പറയുന്നത് ഈ കിട്ടിയത് കാരണം കുറെ കുട്ടികൾ കാരണം കാണാതെ പഠിക്കുകയായിരിക്കും, കുറെ കുട്ടികൾ അങ്ങനെ ഇല്ലാതെ നിങ്ങൾ ആരടുത്ത് ഇത് കിട്ടുന്നോ അവർക്കും ഈ മെത്തഡോളജി പറഞ്ഞു കൊടുക്കുക. ആൻഡ് ഐ തിങ്ക് ദിസ് ഇസ് ദ ഈസിയസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ ഗൈസ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഇസ് ഓവർ. അപ്പോൾ ഇനി നെക്സ്റ്റ് ചാപ്റ്റർ നെക്സ്റ്റ് വീഡിയോയിലാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ ഫർദർ ക്വസ്റ്റ്യൻസ് ഓർ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വാട്സാപ്പ് ഞാൻ പറഞ്ഞ പോലെ 7356102202 വോയിസ് മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് അയക്കുക. ഡൗട്ട് ഉണ്ടെങ്കിലും ഫർദർ ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ. ഓക്കെ, ദിസ് വീഡിയോ ഈസ് പവർഡ് ബൈ ECLAT, the best coaching center for CMA USA, CMA India. Thank you.